ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനത്തെ സ്നേഹിച്ച് വളരെ ബദ്ധപ്പാടുള്ള ഒരു ദിവസമായിരുന്നിട്ടും ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് കടന്നു വന്ന ദൈവമക്കളെ ഓരോരുത്തരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം യൂദായുടെ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചു വരികയാണല്ലോ. യൂദാ അപ്പോസ്തലൻ ഈ ലേഖനത്തില് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി നാം പോരാടേണം എന്ന് അതിന്റെ 3-ാമത്തെ വാക്യത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഈ പഠന പരമ്പരയിൽ ഒരു ചെറിയ ബ്രേക്ക് വന്നതുകൊണ്ട് ഈ 25 വാക്യങ്ങൾ മാത്രമുള്ള ഈ ഒരധ്യായത്തിന്റെ ആ വിഭജനം ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. 1-2 വാക്യങ്ങൾ അതിന്റെ ഒരു ആമുഖമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 3-4 വാക്യങ്ങൾ അതൊരു വാർണിംഗ് ആണ്, ഒരു മുന്നറിയിപ്പാണ്, ദൈവമക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ തന്റെ നിലപാട്, തന്റെ ആർഗ്യുമെന്റ് അറിയിക്കുകയും തന്റെ നിലപാട് അവിടെ എഴുതുകയാണ്. 17 മുതൽ 25 അവസാനം 25 വാക്യം വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രബോധനമാണ്, ഒരു അഡ്മോണിഷൻ നമുക്ക് നൽകിയ. വിശ്വാസത്തിനായിട്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായിട്ട് നാം പോരാടണം എന്ന് പറയുമ്പോൾ അത് പൊതുവിൽ സഭയുടെ വിശ്വാസത്തിനായിട്ട് പോരാടണം എന്നാണെങ്കിലും സ്വന്തം വിശ്വാസത്തിനായും നാം പോരാടണം. ഉത്തമഗീതം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാണ്. ആ ഒരവസ്ഥ നമുക്കുണ്ടാവരുത്. ഇത് വിശ്വാസത്തിനായി പോരാടേണ്ടുന്ന ഒരു ആഹ്വാനമാണെങ്കിലും സഭയിലുള്ള പൊതുവായ വിശ്വാസത്തിനായി പോരാടേണ്ടുന്ന ഒരു ആഹ്വാനമാണെങ്കിലും സ്വന്തം വിശ്വാസത്തിനായും കൂടെ നമ്മൾ പോരാടണം. ഇവിടെ കാണുന്ന ആ കാര്യങ്ങളെല്ലാം നമ്മുടെ പേഴ്സണൽ ഫെയ്ത്തിലും കടന്നു വരാം. അതുകൊണ്ട് അതുകൂടെ മനസ്സിൽ വച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പഠനം തുടർന്ന് ചിന്തിക്കുവാനായിട്ട്. ഇതിന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, അതൊരു ആമുഖമാണ്. ഒപ്പം അപ്പോസ്തലൻ പറയുക നാം പോരാടണം. ആരാണ് പോരാടേണ്ടത് എന്നാണ് അതിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന വിശ്വാസികൾ, ദൈവമക്കൾ, നമ്മളാണ് പോരാടേണ്ടത്. ഈ വിശ്വാസത്തിനായി പോരാടേണ്ടുന്നത് നമ്മളാണ്. അതാണ് 1-2 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്. 3-4 വാക്യങ്ങളിൽ നമ്മുടെ ശത്രു ആരാണെന്നാണ് പറയുന്നത്. നമ്മൾ പോരാടുന്ന സൈന്യമാണല്ലോ, നമ്മുടെ ശത്രു ആര് എന്നാണ് 3-4 വാക്യങ്ങളിൽ. അവിടെയാണ്, ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ കൂടിയ വരവുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇതിന് 4-ാമത്തെ വാക്യം നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ അന്നേരം സൂചിപ്പിച്ചിരുന്നു, ഒന്നാമത് നമ്മുടെ ശത്രു അഭക്തരാണ്. 2, ആ 4-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു നുഴഞ്ഞു വന്നിരിക്കുന്നവർ, ക്രെപ്റ്റിൻ പീപ്പിൾ, നുഴഞ്ഞു വന്നിരിക്കുന്നവർ. 4-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നു വേറൊരു ഗ്രൂപ്പിനെ, കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ. ഈ 3 ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അഭക്തർ, നുഴഞ്ഞു കടന്നു വന്നവർ, കൃപയെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ലേ, പാപം കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ. ഏകദേശം ആ ഒരു തിങ്കിങ് പാറ്റേൺ ഉള്ളവർ. അഭക്തർ എന്ന് പറയുമ്പോൾ
അൺഗോഡ്ലി പീപ്പിൾ. ഞാനപ്പോൾ വ്യക്തമാക്കിയിരുന്നു, ഇവര് ദൈവത്തെക്കുറിച്ച് ഒരുപാട് ഇവർക്ക് പറയുവാനുണ്ട്, ദൈവത്തെക്കുറിച്ച് ഒരുപാട് ഇവർക്ക് പഠിപ്പിക്കുവാനുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഇല്ലാത്തവർ, പ്രവൃത്തിയിലില്ല. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഇവരാണ് അഭക്തർ. നമ്മൾ ചിന്തിച്ചോണം, ഞാനും ആ ഗ്രൂപ്പിലാണോ? ഹല്ലേലൂയ. ഭക്തി അളക്കുന്നത് എന്റെ പ്രിയരെ നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ്. ഭക്തി അളക്കുന്നത് ഞാൻ തനിയെ ഇരിക്കുന്ന സമയത്താണ്. ഭക്തിയെ അളക്കുന്നത് എന്നെ ആരും വാച്ച് ചെയ്യാനായിട്ട് ഇല്ലാത്ത സമയത്താണ്. അല്ലാത്തപ്പോഴൊക്കെ നമ്മള് വളരെ പോളിഷ്ഡ് ആണ്, ഭയങ്കര സെറീൻ, കമ്പോസ്റ്റ്, ഡിസിപ്ലിൻഡ് ആണ്. പക്ഷെ എന്നെ കാണാനായിട്ട് വിശ്വാസികളോ കുടുംബമോ കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ ഇല്ലാത്ത സമയത്താണ് എന്റെ ഭക്തിയെ അളക്കുന്നത്. ഹല്ലേലൂയ. നുഴഞ്ഞു വന്നവർ ഞാൻ പറഞ്ഞല്ലോ, ക്രെപ്റ്റിൻ സീക്രട്ടിലേക്ക്, ഗലാത്യ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ അന്നേരം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. പതുങ്ങി മോഷ്ടിക്കാനായി കടന്നു വന്നവർ, അവരെ ആരും അയച്ചവരല്ല, സ്വയമായിട്ട് വന്നവരാ, നുഴഞ്ഞു വന്നവർ. ഇവർക്ക് നുഴഞ്ഞു വരാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ അഭക്തരാ. അതായത് ഇവരെല്ലാം കണക്റ്റഡാ. ഹല്ലേലൂയ. എന്തിനാ ഇവർ നുഴഞ്ഞു വരുന്നത്? ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ മോഷ്ടിക്കുവാനായിട്ടാണ്. ഗലാത്യ സഭയില് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് ഇവരുടെ സ്വാതന്ത്ര്യത്തെ മോഷ്ടിക്കത്തക്ക രീതിയിൽ പറഞ്ഞു, നോ, അങ്ങനെയല്ല, ചില കാര്യങ്ങളും കൂടെ വേണം. അതിലോട്ട് ഞാൻ പോകുന്നില്ല, കാരണം നമുക്കത് അറിയാവുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം മാത്രം പോരാ, സർക്കംസിഷനും കൂടെ വേണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ, വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. ഹല്ലേലൂയ. 3-ാമത്തെ ഗ്രൂപ്പ് കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുന്നവർ. ഇവരെന്താ ചെയ്യണം എന്നറിയാമോ? ഇവര് ശരിക്കും കർത്താവിന്റെ നിർമ്മല സുവിശേഷത്തെ മറിച്ചു കളയും. ഹല്ലേലൂയ. അതായത് അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ പദവി, മാനം, സ്ഥാനം, പണം, പദവി, ഇതിനൊക്കെ ആയിട്ട് സുവിശേഷത്തെ മറിച്ചു കളയുന്നവർ. ഹല്ലേലൂയ. അവര് ജഡത്തിന് വേണ്ടിയുള്ളതാണ് ചിന്തിക്കുന്നത്, ആത്മാവിന് വേണ്ടിയിട്ടുള്ളതല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 6-ാം അധ്യായം റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായത്തില് ഈ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു വരിക. ക്രിസ്തുയേശുവിലുള്ള സമാധാനം, കർത്താവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് കൃപയാൽ നിങ്ങൾ കടന്നു വന്നു. നിങ്ങൾക്കൊരു നിത്യത കർത്താവ് തരുന്നു. കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാനുള്ള ആ പ്രാഗൽഭ്യം നമുക്ക് ലഭിച്ചു. കർത്താവിന്റെ സ്നേഹത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു വലിയ ലിസ്റ്റ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് അതിനുശേഷം 12-ാമത്തെ വാക്യം മുതൽ അപ്പോസ്തലൻ 2 വ്യക്തികളെ എടുത്ത് കാണിച്ചിട്ട് പറയുക, 2 ഏകൻ, 1 ആദാമും 2 യേശുക്രിസ്തുവും. നിങ്ങൾ ഇവരിൽ ഈ 2 പേരിൽ ആരോട് ചേരും? 2 പേരുടെ പ്രവർത്തികളും കാണിച്ചു, അതിന്റെ പരിണിത ഫലങ്ങളും കാണിച്ചു. എന്നിട്ട് നിങ്ങൾ ആരോട് ചേരും? അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുക, കൃപ പെരുകേണ്ടതിന് ന്യായപ്രമാണവും, അല്ലേ, അങ്ങനെയല്ലേ? 5-ാം അധ്യായം അതിന്റെ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്ത ആദ്യ വാക്യത്തിൽ തന്നെ, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഹല്ലേലൂയ. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അപ്പോസ്തലന്റെ മനസ്സിൽ തോന്നി, ഇതിനെ പലരും തെറ്റിദ്ധരിക്കാനായിട്ടിടയുണ്ട്.
അതുകൊണ്ടാണ് അതിന് ശേഷം വരുന്നത് 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായത്തിൽ കൃപ ചെയ്യുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് റോമാലേഖനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത്. അപ്പസ്തോലൻ പറയുക, കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, കൃപ നമ്മളെ തേജസ്കരിക്കുക മാത്രമല്ല, കൃപ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ആ 3 അധ്യായങ്ങൾ അപ്പസ്തോലൻ വിശദീകരിച്ചിരിക്കുന്നത്. കൃപ നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. കൃപ നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പാപസംബന്ധമായി മരിച്ചവരല്ലേ, യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റവരല്ലേ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പാപത്തിൽ തുടരാൻ സാധിക്കും? ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ അപ്പസ്തോലൻ അവരോട് റോമയിലെ സഭയിലെ ഞങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്റെ പ്രിയരെ? നമ്മുടെ സ്വന്തം താല്പര്യം, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആ നിർമ്മല സുവിശേഷത്തെ മറിച്ചു കളയുവാൻ? നിങ്ങൾ നിങ്ങളുടെ സ്നാനത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിക്കേ. നിങ്ങൾ എന്തിനാ സ്നാനപ്പെട്ടത്? ഇന്ന് പലരും ചിന്തിക്കുന്നത്, സ്നാനപ്പെട്ടാതിരുന്നാൽ നമുക്ക് സ്വർഗം നഷ്ടമായെങ്കിലോ. ഇതാന്ന് പലരുടെയും സ്നാനപ്പെടുന്നതിനുള്ള ഒരു ഉപാധി. സ്നാനപ്പെടാതിരുന്നിട്ട് ഇനിയിപ്പം അത് കിട്ടാതെ പോയാലോ? എന്റെ പ്രിയരെ, നമ്മുടെ സ്നാനപ്പെടാതിരിക്കുന്നതല്ല തടസ്സം നിത്യതയ്ക്ക്. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപമാ തടസ്സം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. ഹല്ലേലൂയ. എന്നോട് ദൈവം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇടപെടുന്ന ഒരു കാര്യമായത്. നമ്മൾ ഈ കൂട്ടായ്മയിൽ ഇവിടെ വരുമ്പോൾ, സഭായോഗത്തിന് വരുമ്പോൾ, മറ്റ് നമ്മുടെ കൂടിവരവുകൾ, ബൈബിൾ സ്റ്റഡിക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഡീല് ചെയ്യേണ്ടത് നമ്മുടെ പാപത്തെ കുറിച്ചാ, മറ്റൊന്നിനെ കുറിച്ചും അല്ല. നമുക്ക് സകലത്തിനും തടസ്സം നമ്മുടെ പാപമാ. പാപത്തെയാ നാം ജയിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം അധ്യായം റോമാലേഖനം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. അതായത് അപ്പസ്തോലൻ പറയും, ഞാൻ മുകളിൽ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള സ്നാനമേറ്റവർ, അവർക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ദൈവത്തിന് ദാസന്മാർ, അവരെ ദൈവം വിശുദ്ധീകരിക്കുന്നു, അവരെ നിത്യതയിൽ ദൈവം ചേർക്കുന്നു. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാ എന്റെ പ്രിയരെ നമ്മുടെ ഉള്ളങ്ങളിൽ. ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്റെ സ്നാനം കറക്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷമുള്ള എന്റെ ജീവിതം, ഞാൻ സ്നാനപ്പെട്ടത് അവർ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും കടന്ന് അവരുടെ ലീഡറായ മോശയോട് ചേർന്നു എന്ന് നമ്മൾ വായിക്കുന്നു പഴയ നിയമത്തിൽ, അല്ലേ? പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ ലീഡറായ, നമ്മുടെ രക്ഷകനായ കർത്താവിനോട് ചേരുവാനായിട്ട് നാം സ്നാനപ്പെട്ടിരുന്നു, അല്ലേ? ആണോ? ചിന്തിച്ചോളുക. ഹല്ലേലൂയ. അപ്പൊ എല്ലാം മിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ശരിയാവില്ല. ഇത് ആദ്യം സ്നാനത്തെ എന്നാ തുടങ്ങേണ്ടത്. സ്നാനമേ മിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ബാക്കിയുള്ളതൊന്നും നടക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ചിന്തിച്ചോണം, എന്ത് വിചിന്തനം ചെയ്യണം. കർത്താവേ, എന്റെ സ്നാനം കറക്റ്റ് ആയിരുന്നു, ഞാന് ശരിക്കും രക്ഷിക്കപ്പെട്ടതല്ലേ? അപ്പ ദൈവം എന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, ആ പ്രവൃത്തി എന്റെ ഉള്ളിൽ ആ ഒരു മാറ്റമൊക്കെ ഉണ്ടോ? ഹല്ലേലൂയ. അതോ എനിക്ക് വെറുതെ ഒരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ? അപ്പ ഞാന് എന്നെയും കുടുംബത്തെയും വീട്ടുകാരെയും നാട്ടുകാരെയും സഭയെയും നിന്നെയും പൊടിയിട്ട്, കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുകയാണോ? ഹല്ലേലൂയ. അപ്പോ സ്നാനം ശരിയായിരിക്കണം, ദൈവത്തോട് ചേരണം നാം. ഹല്ലേലൂയ. വിശുദ്ധീകരണം നടക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാ
1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും നാം കാണുന്നത് പോലെ സഭയിൽ ശിക്ഷണം അത്യാവശ്യം. സഭയിൽ ശിക്ഷണം വേണം. ഹല്ലേലൂയ. ആത്മീയമായിട്ടുള്ള നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നു, നമ്മളെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ഒരു ലോക്കൽ ചർച്ചിലാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ശിക്ഷണം. ഇന്ന് സഭകളിൽ ഇല്ലാത്തൊരു കാര്യമാണ് എന്റെ പ്രിയരെ, ശിക്ഷണം വേണം. അതിനെതിരെ നമ്മള് എതിർത്തിട്ടൊന്നും കാര്യമില്ല. അതാണ് അതിന്റെ ക്രമം. അതറിയില്ല എങ്കിൽ 1 കൊരിന്ത്യർ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. 5-6 അധ്യായങ്ങൾ വായിക്കട്ടെ. സഭയിൽ ശിക്ഷണം വേണം. സ്നാനം ശരിയായിരിക്കണം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, സഭയിൽ ശിക്ഷണവും വേണം. കാരണം ആർക്കും വന്ന് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സഭ. ഹല്ലേലൂയ. അഭക്തർക്കുള്ള സ്ഥലമല്ല സഭ. കർത്താവിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവരുടെ കൂട്ടമല്ല സഭ. ഹല്ലേലൂയ. നമുക്ക് പറ്റുന്ന അബദ്ധം എന്നാന്നറിയാവോ? ഈ കൂട്ടരൊക്കെ ദൈവത്തിന്റെ വചനം എടുത്തു വെച്ച് തന്നെയാ സംസാരിക്കുന്നത്. അത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകത്ത രീതിയിൽ സംസാരിക്കും അവർ. ഹല്ലേലൂയ. They seduce. അവര് വഴിതെറ്റിക്കും. ആരെ വഴിതെറ്റിക്കും? അവര് വഴിതെറ്റിക്കുന്ന ആത്മാവുള്ളവരാണെന്ന് വായിക്കുന്നത്. യങ് ഇമ്മച്വർ ക്രിസ്ത്യൻസ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. നിങ്ങൾ കഴിയുമ്പോൾ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ നിങ്ങൾ വചനപ്രകാരം പറയാമെങ്കിൽ ഞാനത് അംഗീകരിക്കാം. ഹല്ലേലൂയ. നമ്മളെ ചുറ്റിനും നോക്കിയാല് എന്റെ പ്രിയരെ, വചനത്തിൽ അടിസ്ഥാനവും വചനത്തിൽ പക്വതയും വചനത്തിൽ വളരുന്നവനുമായ ഒരുവനെ തെറ്റിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അശക്തനും ബലഹീനനും വചനത്തിൽ വളരാത്തവൻ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഹല്ലേലൂയ. വചന നിശ്ചയം ഉണ്ടായിരിക്കണം പ്രിയരെ. ഹല്ലേലൂയ. വചന നിശ്ചയമുള്ളവരെ നമുക്ക് ആർക്കും, ഈ നുഴഞ്ഞു വരുന്നവർക്കോ ഈ അഭക്തർക്കോ മറ്റു രീതിയിൽ കണ്ണിങ് ആയിട്ട് ദൈവസഭയെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കോ ഒന്നും വചന നിശ്ചയമുള്ളവരെ തെറ്റിക്കാൻ പറ്റില്ല. അതാണ് വചനത്തിൽ നമുക്ക് അടിസ്ഥാനം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഹല്ലേലൂയ. വളർന്നുകൊണ്ടിരിക്കുന്നവർക്ക് തെറ്റത്തില്ല, വളർച്ച ഇല്ലാത്തവർക്ക് അവര് തെറ്റിപ്പോകും. അതുകൊണ്ടാ ഓരോ ക്രിസ്തു ഭടന്മാരും ക്രിസ്തു ശിഷ്യന്മാരും ഓരോ വിശ്വാസിയും സഭയിലെ ഓരോ വ്യക്തിയും അവർക്ക് പ്രാദേശിക സഭയിൽ ആത്മീക പോരാട്ടം എങ്ങനെ ചെയ്യണം, എങ്ങനെ പോരാടണം എന്ന കൃത്യമായ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പോരാട്ടമുണ്ട്. നമുക്കെല്ലാവർക്കും പോരാടാൻ അറിയാം. ഇന്ന് മിക്കവാറും സഭകളിലുണ്ട് പോരാട്ടം, അല്ലേ? അടിച്ചു പിരിയാനും അടിച്ചു പിരിഞ്ഞ് പൊട്ടി വളരുകയും ചെയ്യുന്നൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമുക്ക് ആത്മീകമായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു സഭയിൽ, ഇത് സഭയോടുള്ള റിലേഷൻഷിപ്പിലായതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന, സഭയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ആത്മീയ വ്യാപാരത്തെ മനസ്സിലാക്കാൻ ദൈവമക്കൾക്ക് പറ്റണം.
സഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിൽ ഒരീശയുണ്ടാകുമ്പോൾ അതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന വ്യാപാരം, അതാണ് സ്പിരിച്വൽ വാർ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, പക്ഷെ അത് കോട്ടകളെ തകർപ്പാൻ ശക്തിയുള്ളത് തന്നെ. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാൽ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായമാണ് എനിക്ക് തോന്നുന്നു. 2 Corinthians chapter 10. 4-5 വാക്യങ്ങൾ. 2 Corinthians 4-5 വാക്യങ്ങൾ. 10-ാം അധ്യായം 4-5. പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സി, അവിടെ പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ ഏത് വിചാരത്തെയും അത് മനസ്സിലാക്കുവാനായിട്ടുള്ള പരിജ്ഞാനം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. പ്രിയരെ, നമ്മുടെ പോരിന്റെ ആയുധം ജഡികങ്ങളല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ അവധിക്കാലം കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ അതിന്റെ ഇനാഗുറൽ അഡ്രസ്സിൽ നമുക്കറിയാലോ, ഒരു സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഇനാഗുറൽ അഡ്രസ്സിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രിൻസിപ്പാള് പറഞ്ഞ ഒരു മെസ്സേജിനകത്ത് പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ 2 പേര് കൂടിയിരിക്കുമ്പോൾ മൂന്നാമതില്ലാത്ത ഒരാളെ കുറിച്ച് സംസാരിക്കരുത്. സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഒരു എയും ബിയും ഒന്നിച്ചിരിക്കുമ്പോൾ മൂന്നാമതൊരു സിയെ കുറിച്ച് സംസാരിക്കാൻ എ തുടങ്ങുമ്പോഴേ ബി എഴുന്നേറ്റ് പോകണം. സി, അവർക്ക് അത്രയും ഒരു വിഷൻ ഉണ്ട്. കാരണം അതൊന്നും നല്ലതിനല്ല. നമ്മൾ ഇത്രയും വചനത്തിൽ ഗ്രാഹ്യം ഉണ്ടായിട്ടും നമുക്കതിന് പറ്റുന്നില്ല. ഹല്ലേലൂയ. പിശാചിന്റെ പദ്ധതികളെ തിരിച്ചറിയാൻ നമുക്ക് കൃപ ഉണ്ടാവണം പ്രിയരെ. ഹല്ലേലൂയ. അതിനുള്ള കഴിവ് ആർജിപ്പിക്കണം. അപ്പൊ 3 ശത്രുക്കളെ കുറിച്ച് നമ്മൾ കണ്ടത് ആരൊക്കെയാ? അഭക്തർ, നുഴഞ്ഞു വന്നവർ, കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുന്നവർ. തുടർന്ന് 4ാമത് ഒരു ആളെ കുറിച്ച് അവിടെ പറയുന്നു. അതിന്റെ 4ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്താണ്, ഞാൻ അതിന്റെ ഓർഡർ തെറ്റിച്ചാ പറഞ്ഞത്. ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ഇത് ചെയ്യുന്നതാരാ? അഭക്തരാണ്, നുഴഞ്ഞു വന്നവരാണ്, കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവരാ. അവരെന്താ ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കും. ഇത് ഇങ്ങനെയൊക്കെ അല്ലേ ശരിക്കും? അവരങ്ങനെ വരുന്നു, തുടങ്ങി പിന്നെ കുറെ കഴിയുമ്പോൾ അവർ വചനത്തിനു മേലെയാവും. അവര് പറയുന്നതാ കറക്റ്റ് ഇല്ലേ? കുറെയൊക്കെ മനസ്സിലാക്കി കഴിയുമ്പം ആ വചനത്തിനു മേലെ, നമുക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വചനത്തിനു മേലെ ആവുമ്പോഴാണ് പറയുന്നത്, അത് വേണ്ട, ആ ഭാഗം വചനത്തിൽ വേണ്ട, അത് ശരിയല്ല. സി, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ, ഏകനാഥനും കർത്താവുമായ നമ്മുടെ യേശു കർത്താവിനെ തള്ളി പറയുന്നു. ആരെയാ തള്ളി പറയുന്നത്? എന്നെ വിലയ്ക്ക് വാങ്ങിയ, എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ തള്ളി പറയുന്നു. ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞ, നിങ്ങളും അതുപോലെ ചിന്തിച്ചോളൂ. ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനത്തിലും ഇത് തന്നെയാ പറയുന്നത്. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യൂദായുടെ ലേഖനവും 2 പത്രോസിന്റെ ലേഖനവും പാരലൽ ആയിട്ട് പോകുന്ന. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ ദുരുപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ട്
തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഈ യൂദായുടെ ലേഖനത്തില് നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ നമുക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മക്കളൊക്കെ ഇംഗ്ലീഷ് വായിച്ചു പഠിക്കുന്നവരാണല്ലോ. അഥവാ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാല്, 4 വാക്യത്തില് നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്. 4 വാക്യം ഒന്ന് വായിക്കാവോ? അല്ല, അതിന്റെ ഇംഗ്ലീഷിൽ അവിടെ ഒരു ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സി ഡിനൈങ് ദ ഓൺലി ഗോഡ് ആൻഡ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് കിടക്കുന്നത് ഇംഗ്ലീഷിൽ. ചിലപ്പോൾ ഒരുപക്ഷെ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അത് രണ്ടായിട്ടാവാം. പക്ഷെ മലയാളത്തിൽ ഇത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായ. പക്ഷെ ഇംഗ്ലീഷിൽ കിടക്കുന്നത് ഡിനൈങ് ദ ഓൺലി ലോർഡ് ഗോഡ് ആൻഡ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ അവിടെ രണ്ടും രണ്ടാളാണോ എന്നൊരു ചിന്ത നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. പക്ഷെ മലയാളത്തിലും അതിന്റെ ഒറിജിനൽ ഗ്രീക്കിലൊക്കെ ഈ മലയാളത്തിൽ തന്നിരിക്കുന്നത് പോലെ തന്നെയാണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാല്, ഈ യോഹന്നാന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ കാലമായപ്പോൾ തന്നെ കർത്താവിന്റെ ഡയറ്റിയെ, ദൈവത്വത്തെ നിഷേധിച്ച് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി അപ്പോഴേ. അതായത് 60 ആയപ്പോഴേ, AD 60 ആയപ്പോഴേ അന്നേരം തന്നെ കർത്താവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായി. ഹല്ലേലൂയ. കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാര്, കാരണം ഞാൻ ആരെന്നാണ് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത്? ഹല്ലേലൂയ. യേശു കർത്താവ് ആരെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ ആൻസർ എന്താ? ആരാ നമ്മുടെ കർത്താവ്? അത് ഫസ്റ്റ് ആൻസർ, നമ്മുടെ കർത്താവ് ദൈവമാ, അല്ലെ? ഹല്ലേലൂയ. ദൈവമാ. ഹി ഈസ് ഗോഡ്. അതാണ് അതിന്റെ ആദ്യത്തെ ആൻസർ. പലതും പല വിശേഷങ്ങളും കർത്താവിനുണ്ട്. പക്ഷെ ആദ്യത്തെ കർത്താവിനെ കുറിച്ച് പറയുന്നത് ഹി ഈസ് ഗോഡ്, വൺ ആൻഡ് ഓൺലി ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെ 4 കൂട്ടരെയാണ്, 4 ശത്രുക്കളെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. ബ്രദറെ, ഇവര് സഭയിൽ ഇനി എങ്ങനെയങ്ങ് തുടർന്ന് അവർക്ക് ഇനി ഒന്നും ഒരു കുഴപ്പവുമില്ലേ, അങ്ങനെ ഒരു ചിന്ത അവർക്ക് ഇനി തുടരാമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, 5-മതൊരു കാര്യം അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നു, അവരുടെ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. ആ വാക്യം കണ്ടോ? ആരുടെ ശിക്ഷാവിധിയാ? അഭക്തർ, നുഴഞ്ഞു കയറി വന്നവർ, കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുന്നവർ, ഏകനാഥനും നമ്മുടെ കർത്താവുമായ ദൈവത്തെ തള്ളി പറയും നിഷേധിക്കുന്നവർ, അവരുടെ ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. കാരണം അപ്പോസ്തലൻ പറയുക, അവർക്ക് ശിക്ഷാവിധി ഉണ്ട്. ഇത് നാം അവരോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അവരെ പറഞ്ഞ് നാം ബോധ്യമാക്കണം. ഇവിടെ എഴുതിയിരിക്കുക, ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുക, അവർക്ക് ശിക്ഷാവിധി പണ്ടു തന്നെ എഴുതിയിരിക്കുന്നു. ഈ പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ഇത് ആദ്യമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, കുറെ നാള് മുമ്പ്. അതായത് വിശ്വാസ ത്യാഗികളാകുവാനായിട്ട് പണ്ട് തന്നെ ഇവരെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത വരാൻ പറ്റത്തില്ലേ? ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മള് ഈ യൂദായുടെ കാര്യത്തിലൊക്കെ സംസാരിക്കും, യൂദായിസ്കറിയാത്തവന്റെ കാര്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ദൈവം ഓൾറെഡി അങ്ങനെ അവനെ ആക്കി. പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഇന്ന് ചിന്തിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തർക്കിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻ നിർണയം എന്താ ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള മുൻ നിർണയം? ഹല്ലേലൂയ. റോമാലേഖനം എടുക്കാം. റോമാലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലേഖനമാ റോമാലേഖനം. കാരണം റോമാലേഖനത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എൻ്റെ രക്ഷയിൽ എനിക്ക് ഉറപ്പും എനിക്ക്
പുതിയ നിയമത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ ആ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള അടിസ്ഥാനവും എൻ്റെ ഉള്ളിൽ വീണത് റോമാലേഖനം പഠിച്ചപ്പോഴാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 8-8 വാക്യത്തിൽ 28 വാക്യത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ദൈവം കർത്താവ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്, നമ്മളെ മുന്നറിഞ്ഞിരിക്കുന്നത് വിശ്വാസത്യാഗികളാകുവാനോ അഭക്തരാകുവാനോ നുഴഞ്ഞു കയറി വരുന്നവരോ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഉപയോഗിക്കുന്നവരോ ആകുവാനായിട്ടല്ല, അവന്റെ രൂപത്തോട് അനുരൂപരാകുവാനായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മളെ കുറിച്ച് മുൻ നിർണയിച്ചിരിക്കുന്നത്. പ്രിയരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് തന്റെ ഏകജാതൻ ആദ്യജാതനാകണം. അപ്പോൾ അവൻ ആദ്യജാതനാകേണ്ടതിന് നമ്മൾ ഓരോരുത്തരും അവനോട് അനുരൂപപ്പെടണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. പക്ഷെ നമുക്ക് അതിൽ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ യൂദ പറയുന്നത്, അങ്ങനെ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ മാറിപ്പോയാൽ നിങ്ങൾക്ക് ന്യായവിധി ഉണ്ടെന്ന അപ്പോസ്തലൻ പറയുന്നത്. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും ശത്രുക്കളെ ഉള്ളോ ബ്രദറെ ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ? നോ. അതിന്റെ 8 വാക്യം നോക്കിക്കേ. ഹല്ലേലൂയ. 8 വാക്യത്തിൽ വീണ്ടും നമ്മളെ കാണുന്നു. പൈസരെ 8 വാക്യം. അങ്ങനെ തന്നെ ഇവരും, യൂദാലേഖനം 8 വാക്യം. ജഡത്തെ മലിനമാക്കുന്നവർ, കർത്തൃത്വത്തെ തുച്ഛീകരിക്കുന്നവർ, മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നവർ. 8 വാക്യത്തിൽ വീണ്ടും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും 16 വാക്യത്തിലേക്ക് വരുമ്പോൾ 16 വാക്യം വായിച്ചേ. പിറുവിറുപ്പുകാർ, ആവലാതിക്കാർ, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ, വമ്പ് പറയുന്നവർ, കാര്യസാധ്യത്തിനായി മുഖസ്തുതി പറയുന്നവർ, ഇവരെല്ലാം ശത്രുപക്ഷത്തുള്ളവരാ. ഹല്ലേലൂയ. ബ്രദറെ, ഞാൻ ആദ്യ ഗ്രൂപ്പിലൊന്നും ഇല്ല, പക്ഷെ എനിക്ക് ചിലപ്പോ ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അല്ലേ, ഈ ഗ്രൂപ്പിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്റെ ജീവിതത്തില് പ്രിയരെ, എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വാക്യമാ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 വാക്യം. കാരണം ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുൻപ് ഈ വാക്യം എന്റെ ഉള്ളങ്ങളിൽ ദൈവം ഒരു വെളിപ്പാടായിട്ട് ജീവനായിട്ട് വ്യാപരിപ്പിച്ചു. എന്താ വാക്യം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലത്തിലും ദൈവം നന്മയ്ക്കായി, ഞാനത് മാറ്റി പറഞ്ഞതേ ഉള്ളൂ, സകലത്തിലും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ആ ഉറപ്പുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. അങ്ങനെയാണെങ്കിൽ സങ്കടപ്പെടുകയും ആവലാതിപ്പെടുകയും പിറുപിറുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടവനാ, ദൈവം എന്റെ ഉള്ളങ്ങളിൽ ഒരു പദ്ധതി, ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ആ യാത്രയിലുള്ളവനാ, അത് ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ഉറപ്പുള്ളവൻ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സകലത്തിലും, അതിപ്പോ എന്റെ ഒരു പാപം നിമിത്തം എന്റെ ജീവിതത്തിൽ വന്നൊരു സങ്കടാവസ്ഥയാവും, കഷ്ടാവസ്ഥയായിരിക്കാം, എന്നാലും സാരമില്ല, കാരണം അതും ദൈവം നന്മയ്ക്കായിട്ടല്ലേ ചെയ്യുന്നത്. ഹല്ലേലൂയ.
ആവലാതിയും സങ്കടവും ഇങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ, ചിന്തയും ഭാരവും ഒക്കെ വരുമ്പോൾ, ഈ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമൊക്കെ അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ വചനം ഓർത്തോണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നിർണയപ്രകാരം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് സൂക്ഷിക്കും, എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റും ദൈവം. എനിക്കത് ഉറപ്പാ. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. എന്റെ ദൈവം വാക്കുമാറാത്തവനാ. എന്റെ ദൈവം വിശ്വസ്തനാ. എന്റെ ദൈവം എന്നെ അറിയുന്നവനാ. എന്റെ ദൈവം എന്റെ നന്മയ്ക്കായിട്ടാ ചെയ്യുന്നത്. അവൻ ചതഞ്ഞ ഓട ഒടിക്കുന്നവനല്ല, എരിയുന്ന തിരി കെടുത്തുന്നവനല്ല. അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ ഞാൻ എന്തിന് ആകുലപ്പെടണം? ഞാൻ എന്തിന് വേവലാതിപ്പെടണം? ഞാൻ എന്തിന് അസമാധാനത്തോടെ ഇരിക്കണം? എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാ ഒരുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ജീവനായിട്ട് വ്യാപരിക്കണം. ദാറ്റ്സ് ഹൗ നമ്മൾ വചനമാഹരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം ആ നിലയിൽ നമുക്ക് ആഹാരമായിട്ട് നമ്മുടെ ആ അവസ്ഥകളിൽ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ ഒരു ക്ഷീണാവസ്ഥയിൽ, ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയിൽ ആഹാരം നമുക്ക് ഊർജം നൽകുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ ഒരു ക്ഷീണാവസ്ഥയിൽ, നമ്മുടെ മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ ഈ വചനം നമ്മളെ ബലപ്പെടുത്തണം. അതാണ് വചനം ആഹരിച്ച് ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേറൊരു ലിസ്റ്റ് 19-ാം വാക്യത്തിൽ കാണാം. ഭിന്നത ഉണ്ടാക്കുന്നവർ. അയ്യോ, അവരെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. ലേഖനങ്ങളിലല്ല, സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, അടുത്തതല്ലേ? പിന്നെ ആത്മാവില്ലാത്തവർ. ഹല്ലേലൂയ. എന്റെ പ്രിയനെ, നമ്മള് ഒന്ന് ചിന്തിച്ചോണേ. ദൈവമേ, ഞാൻ ഈ ഗ്രൂപ്പിൽ ഏതിലെങ്കിലും ഒന്ന് പെടുവോ കർത്താവേ? ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിലും ഹല്ലേലൂയ, എന്റെ പ്രിയരെ, ഭിന്നത ഉണ്ടാക്കുന്നവർ, ആത്മാവില്ലാത്തവർ, പ്രാകൃതന്മാർ. ഹല്ലേലൂയ. ദൈവസഭയെ ഭിന്നിപ്പിക്കുന്നവർ, കൂട്ടായ്മയെ ഭിന്നിപ്പിക്കുന്നവർ, സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കുള്ള ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഞാൻ സഭയോടുള്ള ലേഖനമായതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അവർക്കുള്ള ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ നാം ഈ 3-4 വാക്യങ്ങളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നമുക്കൊരു പോരാട്ടമുണ്ട്. എന്റെ പേഴ്സണൽ ലൈഫിലും ഒപ്പം എന്റെ സഭയിലും, സഭ ആസ് എ ജനറൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന, ഒരിക്കലായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനായിട്ട് നാം പോരാടണം. അപ്പോൾ ഈ പോരാട്ടത്തിൽ എന്റെ ശത്രുക്കൾ ആരെന്നാണ് ഞാൻ ഇത്ര നേരം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചത്. ആരാണ് എന്റെ ശത്രുക്കൾ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ എന്റെ വിശ്വാസത്തിന്റെ യാത്രയിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? എന്റെ ചില ചിന്താഗതികൾ, എന്റെ ചില പ്രവർത്തനങ്ങൾ എന്നെ വിളിച്ച് ഒരു യാത്രയില്ല, അല്ലെ? ആ സിയോൻ സഞ്ചാരിയായിട്ട് നമ്മൾ സിയോനിലേക്കുള്ള യാത്രയില്ല. ഹല്ലേലൂയ. അതെന്നാ ബ്രദറെ, ഇവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവര് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിനെ നിഷേധിക്കുന്നവരാ. 2, ദൈവജനത്തെ മലിനമാക്കുന്നവരാ. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവജനത്തെ മലിനമാക്കുന്നത്? പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാ. 3, കർത്താവിന്റെ വീണ്ടും വരവിനെ നിഷേധിക്കുന്നവരാ. 2 പത്രോസിന്റെ ലേഖനം 3:4 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സെക്കൻഡ് പീറ്റർ, അതോടൊന്ന് വായിക്കാം ആ ഭാഗം. നമ്മൾ 2 പത്രോസിലോട്ട് പാരലായിട്ട് പോകുന്നതുകൊണ്ട് 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് 2 പത്രോസ് 2 പീറ്റർ 3:4 വാക്യത്തിൽ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ഒരു ചോദിക്കുക. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഹല്ലേലൂയ. അതുകൊണ്ട്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴൊന്നും നമ്മള് പരിഭ്രമിക്കേണ്ട. ഞാൻ ഇവരെ ആരെയും കണ്ടെന്നിറങ്ങിയതില്ല, എന്റെ കർത്താവിനെ കണ്ടിറങ്ങിയതാണ്. എന്റെ വിശ്വാസം ഈ തിരുവചനത്തിന്മേല, എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ കർത്താവിനെ കണ്ടിറങ്ങിയത്. ആരൊക്കെ എന്ത് മാറിപ്പോയാലും, ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും, എനിക്ക് ഒരിക്കലായിട്ട് ദൈവം തന്നൊരു വിശ്വാസമുണ്ട്. അതിനെ ഞാൻ മുറുകെ പിടിക്കും. അതിനെ കോട്ടിക്കളയുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. മാത്രമല്ല അവര് കർത്താവിന്റെ വീണ്ടും വരവിനെ നിഷേധിക്കുന്നവരാണ്. നാലാമത്, ആത്മീയതയുടെ വേഷം കെട്ടിധരിക്കുന്നവരാണ്. ആത്മീയതയുടെ വേഷം കെട്ടി വഞ്ചിക്കുന്നവരാണ്. ഞാനിത് പറയുമ്പോൾ നമുക്കിതെല്ലാം വളരെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. കാരണം ഇതൊക്കെ നമുക്ക് എന്നും നമ്മൾ മിക്കടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആത്മീയതയുടെ വേഷം ഇട്ട് വഞ്ചിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ഹല്ലേലൂയ, വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. ഇവരെ യെശയ്യാവാണ് യെരമ്യാവാണ് വിളിക്കുന്നുണ്ട്, നായ്ക്കൾ എന്നാ വിളിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിലാണ് നായ്ക്കൾ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. ഇവരെ ഭക്തിയുടെ വേഷം ധരിച്ച് ഭിന്നിപ്പിച്ച് നശിപ്പിക്കുന്ന, സഭയെ മുടിക്കാനായിട്ട്, വിശ്വാസത്തെ തകർക്കാനായിട്ട്, ഹല്ലേലൂയ. അല്ലെങ്കിൽ യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അവരെ നായ്ക്കളും തന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഭിന്നിപ്പിച്ചു കളയുന്നു. വളരെ ശക്തമായ ഭാഷയിലാണ് പ്രവാചകൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇങ്ങനെയുള്ള ഈ സിറ്റുവേഷനോട് സഭ എങ്ങനെ പ്രതികരിക്കണം, അതോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. പറയുക അപ്പോസ്തലൻ, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടേണം. അങ്ങ് 2025 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആദിമ സഭയിലും ഇന്ന് 2025 ഈ ഖത്തറിലും നമ്മുടെ ഇന്ത്യയിലും ഏത് ദേശത്തായാലും ഉപദേശത്തിന് ഒരു മാറ്റവും ഇല്ല. ഇവിടെയും നമ്മൾ പോരാടണം. എവിടെയായാലും, ഏത് തലത്തായാലും, ഏത് സാഹചര്യത്തിലായാലും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി നാം പോരാടണം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, അടിയങ്ങളെ കേൾപ്പിച്ച ഈ വചനം അടിയങ്ങളുടെ ജീവിതത്തിനും, ഹല്ലേലൂയ, അടിയങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും, അടിയങ്ങളുടെ ജീവിതവും കർത്താവിന്റെ വിളി അനുസരിച്ചുള്ള, ഹല്ലേലൂയ, പാപസംബന്ധമായിട്ട് മരിച്ചവനാണല്ലോ ഞാൻ. ഹല്ലേലൂയ. കർത്താവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റവനാണല്ലോ ഞാൻ. കർത്താവിന്റെ ക്രൂശ്, മരണം, അടക്കം, പുനരുത്ഥാനം, ഉയർപ്പിനോട് ചേർന്ന് ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ദൈവത്തിനായി ജീവിക്കുവാനായിട്ട് തീരുമാനിച്ച വ്യക്തിയാണല്ലോ ഞാൻ. കർത്താവെ, ഇനി പാപവുമായിട്ട് എനിക്ക് ഒരു സംബന്ധവുമില്ല, എനിക്ക് ഒരു ബന്ധവുമില്ല അപ്പാ. ഞാൻ പാപത്തിന്റെ അല്ല അപ്പാ, കൃപയ്ക്കാണ് ഞാൻ ഇനി ദാസനായിരിക്കേണ്ടത്. ഞാൻ അവിടുത്തേക്കാണ് അടിമയായിട്ടിരിക്കേണ്ടത്. ഞാൻ അവിടുത്തെ ഡുലോസ് ആണെന്ന്, ഹല്ലേലൂയ, ഒരു ബോധ്യം കർത്താവെ ഞങ്ങളുടെ ഉള്ളങ്ങളിൽ വന്നിട്ട്, കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ വിശ്വാസം, കർത്താവെ, അനേകർക്ക് ലഭിക്കാത്ത ഈ ഒരു വിശ്വാസം, കർത്താവെ, ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ ജനങ്ങൾ ഈ ദേശത്തൂടെയൊക്കെ നടക്കുന്ന, അവർക്കൊന്നും ലഭിക്കാത്ത ഒരു പ്രത്യേക, കർത്താവെ, കൃപ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ പ്രിയ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനും, കർത്താവ് ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യതയിലേക്ക് കർത്താവെ ഞങ്ങളെ ചേർപ്പാനായിട്ട് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ലായിരുന്നു കർത്താവെ. കർത്താവെ, അതിനോട് നീതി പുലർത്തുവാൻ, വിശ്വസ്തരായിരിക്കുവാൻ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ കേട്ടതുപോലെ, ഹല്ലേലൂയ, സങ്കീർത്തനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ, ഹല്ലേലൂയ, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തനെ ദൈവം എണ്ണുന്നു കർത്താവെ. ഞാൻ ആ നിലയിൽ വിശ്വസ്തനാണോ അപ്പാ? അതോ ഞാൻ എന്നെയും കുടുംബത്തിന്റെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണോ കർത്താവെ? ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ സഭയിലായിരിക്കുമ്പോൾ എന്റെ വിശ്വാസ ജീവിതത്തിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് വളരെ
പ്രാഗൽഭ്യത്തോടെ നടക്കാൻ സാധിക്കണം കർത്താവെ. അതിനായിട്ട് ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന കർത്താവെ, എന്നെ ശോധന ചെയ്ത് മാറ്റേണ്ടത് മാറ്റുവാനായിട്ട്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുവാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കേണ്ട മേഖലകളിൽ തീരുമാനമെടുക്കുവാനായിട്ട്, ഒന്നുകൂടെ എന്നെ തന്നെ ഒന്ന് പുതുക്കുവാനായിട്ട് ഈ വചന കേൾവി എന്നെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ.